കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചിത്ത എന്നുള്ളൊരു സിനിമ ഇറങ്ങി, മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൽഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അല്ല, അത് അങ്ങനെയല്ല. നോബഡി ക്യാൻ സീ ബിയോണ്ട് ദെയർ ടൈംസ്, അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തിൽ അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾറെഡി റെഡി ഫോർ യു ടു സീ. You can understand it. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. You are ready, I am ready. ഈ താമസം കച്ചവടം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ you are not ready എന്നായിരിക്കാം. But we are all clever people, but we must be given opportunity. അത്രയേ ഉള്ളൂ. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I'll be much older if you push me to future. Use me now as I am. Because if you say സാറെല്ലാം ഫ്യൂച്ചറാണ്, പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്ന കുഴപ്പമാവും കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട കൈയടിച്ചേക്കണേ. That is my... Thank you. So you are the only person who pursue Gandhi in the true form. സാറ് പറഞ്ഞിട്ടാണ് ഗാന്ധിജി 2 കൈകൾ കൊണ്ട് എഴുതിയിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സാറിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ ഖാദർ ഡിസൈൻസിൽ വരുന്നതെല്ലാം ഖാദി തുണികളാണ്. ആൻഡ് യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ്. പക്ഷേ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും ദേ ഡീൽ തിങ്സ് വിത്ത് വയലൻസ്. സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അല്ല, മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല. കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീയിങ് എ ക്രിറ്റിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദെൻ ഐ ബിക്കേം എ ഫാൻ. ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല, ആവില്ല. ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദാറ്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് അഹിംസ. ഗാന്ധിയെ പോലെ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം, വീരം തന്നെയാണ്. ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് എ ഡിഫറെൻറ്റ് ഫേസ്, സെയിം കോയിൻ വിത്ത് എ ഡിഫറെൻറ്റ് സൈഡ് ടു ഇറ്റ്. ഒരാൾ അത് ഉപയോഗിച്ചു, ഒരാൾ അത് അങ്ങനെ പിടിച്ചു വച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക്, ബട്ട് ഐ വിൽ ഗോ ബൈ ദ ലോ എന്ന് പറയുന്നതാണ്. രണ്ടും ശരിയാണ്. ഈ ലോകത്ത് രണ്ടും ആവശ്യമാണ്. ഞാൻ വാട്ട് ഡു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം. യു വിൽ സീ ദ ഫിലിം, ഹി ഹാസ് റിട്ടൺ നൈസ് ഡയലോഗ്സ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ ഇറ്റ് ബിഫോർ ഹി സേസ് ഇറ്റ് ഓൺ സ്ക്രീൻ. ഇതിൻ്റെ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ അതിലുണ്ട്, ഡയലോഗ്സിലുണ്ട്. ഓൾ ദ സെയിം തിങ്. വൈ ആർ യു then wearing Senapati's uniform if you so believe in Gandhi? So he is also a man who doesn't take Gandhiji lightly. He takes him to be a very serious answer to today's questions. So you will see that in the film. I think you will get the answer, I hope. Yes, please. Sir, come on, sir. ഇപ്പം റീസെൻ്റ്ലി ഈ മൂവിയുടെ പ്രൊമോഷന് വേണ്ടി മലേഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ PM കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി. അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല, അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് SJ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് ഭയങ്കര വൈറലായി. അതൊക്കെ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ സാറിനോട് തന്നെ ചോദിക്കുകയാണ്, ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം? Exactly. When we say that any Mahatma Gandhi
പോലെ ഒരാളെ ജീവിക്കുന്ന അല്ലത് ജനിക്കുന്നതും കഷ്ടമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും. നിങ്ങൾ എവിടെയെങ്കിലും അന്തരീക്ഷത്തിൽ നോക്കിയോ ഒരാളുണ്ടോന്ന്? ഉണ്ട്. ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല. ബട്ട് ഹി മൈറ്റ് ബി the next Gandhi, but we have to recognize him. That starts with that airline counter guy who says, "I'm sorry." They said, "We'll connect you to the PM's office." He said, "Okay, give me, I'll talk to the PM." Dhairyam, valor, I appreciate it. Other people were slightly upset of missing the flight, but we've got the right track. Flight to miss out. But journey, we've got it. That is what I was saying. And I meant it seriously. And this film talks about that. The onus of honesty cannot be always transferred to somebody else. അയാൾ ഓണസ്റ്റായി ഇരുന്നിരിക്കണം എന്ന് പറയുന്നേക്കാളും ഞാൻ അങ്ങനെ ആയിരുന്നോ ആ സമയത്ത് എന്ന ചോദ്യമാണ് ആവശ്യമായ ഒരു ചോദ്യം. That question is asked by the film. The answer is shown in the film. So that is very important for me. And thank you for saying that. Because that is not a PR we planned. It happened. And we all Indians who are honest become our champions. Shankar sir, நிறைய ஆக்டர்ஸ் வந்து நீங்க நடிச்சு காட்டுற விதம் வந்து எக்ஸ்பிளைன் பண்ணுவாரு. யூ ஆர் an exceptional actor. கமல் சார் கூட எப்படி அந்த கோம்போ ஒர்க் ஆகும்? அவருக்கெல்லாம் நடிச்சு காட்டணுமா சொல்லுங்க? ஒன்றும் இல்லை, கதை சொல்லும்போது வாங்கிக்கிறாங்க உள்ள, சீனை படித்து பார்த்தாலே போகிறோம். அவங்க வந்து என்ன வேணுமோ கரெக்டாக கொடுத்துருவாங்க. எங்கேயாவது ஒரு சின்ன இப்படி இருக்கலாமா அப்படி இருக்கலாமா அப்படின்னு தோணும்போது மட்டும் அவர்கிட்ட டிஸ்கஸ் பண்ணி பண்ணுவாங்க. நம்மலாம் ஒன்றும் அவருக்கு வந்து நடிப்பு வந்து சொல்லிக் கொடுக்க வேண்டிய அவசியம்லாம் இல்லை. സാർ തവര ഞാൻ കണ്ടത് സെറ്റിൽ വെച്ച് കണ്ടത് ഞാൻ പറയാം. Director, he calls for a Bobby Simha, he calls for Siddharth. He only looks at the photograph and decides this man will play. He wants that voice. He wants that face. I've never seen him act and show. He only saw the positions. He wants the quality to be of that actor. And that is the job of an actor. That is why we are paying so much to the actors. Not so that the director can up his BP by conducting every actor's role. The best part of an actor is to bring the best from every actor, however small he is. And you will see that in this film. There are certain scenes, and even in the next part, there are certain scenes where small actors would have excelled. First Indian Tatala, because we didn't know that Senapati, we didn't know how big Senapati is going to become. That day we made a decision. Then Sujata sir and he sat and said, why did the old Senapati has a young Senapati has a mustache? They will ask this question, that there is a dialogue. இல்லை டைலாக் இல்லை, இப்போ எனக்கு ஞாபகம் வருது என்னென்னா, எல்லாத்துக்குமே ஆப்ஷன் வச்சுருப்பேன். மீசையோடு எப்படி இருக்கும், மீசை இல்லாமல் எப்படி இருக்கும், அப்படிலாம் ஆப்ஷன் வச்சு எது நல்லா இருக்கோ அந்த மாதிரி ஃபிக்ஸ் ஆகும். எனக்கு ஞாபகம் இருக்கிற வரைக்கும் என்னென்னா, இந்த மீசை இல்லாமல் அது ஒட்டுறதுக்கு முன்னாடி வந்த சேனாபதியை பார்த்து அசந்துட்டோம். பயங்கரமாக இருக்குது எடுங்க, தாட்டே போல் இன்னொரு ஆப்ஷன் அந்த மீசை வச்சு பார்க்கணுன்ட்டு. ஸோ அப்படி எடுத்த மாதிரி தான் எனக்கு ஞாபகம் இருக்குது.